ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ സോഷ്യലാണ്. പാർട്ട് 2ലെ ആദ്യത്തെ പാഠം പാർട്ട് 2 7th യൂണിറ്റാണ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഈ ഒരു പാഠഭാഗത്തിൻ്റെ ടെക്സ്റ്റിൻ്റെ ഉള്ളിലുള്ള ചോദ്യോത്തരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഗതാഗതം അല്ലേ. നമ്മൾ ഉപയോഗിക്കുന്ന ബസ്, കാറ്, സൈക്കിള് അതൊക്കെ ഏതിൽ വരുന്നതാ? ട്രാൻസ്പോർട്ടിൽ വരുന്ന. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ആശയവിനിമയം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ മൊബൈൽ ഫോണ്, സാധാരണ ടെലിഫോണ്, നിങ്ങൾ ചെയ്യുന്ന മെസ്സേജ്, ഇമെയിലുകൾ ഒക്കെ എന്താണ്? കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ വരുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ എന്താ കാണിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലും ട്രാൻസ്പോർട്ടേഷനിലും ഒക്കെ വന്ന മാറ്റങ്ങളാണ് കാണിക്കുന്നത് അല്ലേ. ഇപ്പോൾ എന്താണ്? കൊറോണ വന്നപ്പോഴാണ് ആദ്യമായിട്ട് എന്താണ് വന്നത്? ആദ്യമായിട്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ എടുത്തു തുടങ്ങിയത് അല്ലേ. പലരും ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്തത് കൊറോണ വന്നു കഴിഞ്ഞ ശേഷമാണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഇപ്പോൾ നിങ്ങൾക്ക് ഹോംവർക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് എങ്ങനെയാണ് പറയുന്നത്? വാട്സാപ്പിൽ മെസ്സേജ് വഴിയാണ് പറയുന്നത് അല്ലേ. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് വാട്സാപ്പിൽ കോൾ ചെയ്യാറുണ്ട്, മെസ്സേജ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ തന്നെ പല മാറ്റങ്ങളും നമ്മുടെ ഇടയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷനിലും കമ്മ്യൂണിക്കേഷനിലും അങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി എന്താ അവിടെ കൊടുത്തിട്ടുള്ളത്? ഹൗ കുഡ് ദ ഹാർട്ട് ബി ക്വിക്ക്ലി ട്രാൻസ്പോർട്ടഡ് ടു കൊച്ചി ഫ്രം തിരുവനന്തപുരം. കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഈ ഒരു ഹാർട്ട് കൊണ്ടുപോകണമെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യാം? നമുക്ക് ഒന്നില്ലെങ്കിൽ എന്താണ്, എയർ ആംബുലൻസ് യൂസ് ചെയ്യാം അല്ലേ. ഹെലികോപ്റ്ററിലൂടെയൊക്കെ നമുക്ക് ഒന്നില്ലെങ്കിൽ എയർ ആംബുലൻസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, ത്രൂ റോഡ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പിന്നെ എന്താണ്, ഇൻ വാട്ട് വേസ് വുഡ് ദ കോസ്റ്റ് പീപ്പിൾ ഹാവ് ബീൻ അലേർട്ടഡ്. ഒരു സുനാമിക്കുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ കോസ്റ്റൽ പീപ്പിളിനെ നമുക്ക് എങ്ങനെയൊക്കെ ആ കാര്യങ്ങൾ അറിയിക്കാൻ പറ്റും? ടി വിയിൽ ന്യൂസ് പോലെ അല്ലേ, അങ്ങനെ നമുക്ക് അറിയിക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്, ടി വിയിൽ എമർജൻസി ന്യൂസായിട്ട് അറിയിക്കാൻ പറ്റും സുനാമിയുടെ സാധ്യതകൾ. അതുപോലെ തന്നെ ആ ഒരു പ്രദേശത്തേക്ക് ഒഫീഷ്യൽസിനെ വിട്ടിട്ട് അവരോട് ആ കാര്യങ്ങൾ സംസാരിക്കാൻ പറയാം അല്ലേ. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിക്കാവുന്നതാണ്. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഡാഷ് ആർ ദ മീൻസ് ഓഫ് ഓവർകമ്മിങ് ഫിസിക്കൽ ഡിസ്റ്റൻസ്. നമ്മൾ തമ്മിലുള്ള ദൂരം മറികടക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ട്രാൻസ്പോർട്ടേഷൻ അല്ലേ. നമ്മളൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫോണൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ആശയവിനിമയം നടത്തുന്നുണ്ട്. ഇനി ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഹെൽപ്പ് ടു മൂവ് പീപ്പിൾ ഓർ ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സാധനങ്ങളെയോ അതുപോലെ തന്നെ മനുഷ്യന്മാരെയോ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു സംവിധാനത്തെ നമുക്ക് എന്ത് പറയാം? ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയാം. ബസ്സും കാറും ട്രെയിനും പ്ലെയിനും ഒക്കെ എക്സാമ്പിളാണ്. കമ്മ്യൂണിക്കേഷൻ എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് ട്രാൻസ്ഫറിങ് ഐഡിയാസ് ഓർ മെസ്സേജസ് ഫ്രം വൺ സോഴ്സ് ടു അനദർ. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു സോഴ്സിൽ നിന്ന് മറ്റൊരു സോഴ്സിലേക്ക് അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇനി എന്താണ്, ഇനി ഇവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ആക്ടിവിറ്റീസ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ് കേട്ടോ. ഇനി ട്രാൻസ്പോർട്ടേഷൻ, ഇവിടെ കുറേ സ്റ്റാമ്പുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റാമ്പിൽ കൊടുത്തിട്ടുള്ള വെഹിക്കിൾസ് ഏതൊക്കെയാണെന്നാണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ തന്നെ ഉണ്ട് കണ്ടോ, ഈ സ്റ്റാമ്പ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ്? ഇത് പാലൻക്യൂനാണ്. ഇതെന്താണ്? സ്കൂൾ റിക്ഷയാണ്. എന്താണ്? ഇത് സൈക്കിൾ റിക്ഷയാണ്. ഇത് ബസ്സാണ് അല്ലേ, ബസ്സാണ്. ഇതെന്താണ്? ഡബിൾ ഡെക്കർ ബസ്സാണ്. എറണാകുളത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അല്ലേ, നിങ്ങൾ ഇപ്പോഴും ഈ ബസ് കാണാൻ സാധിക്കും. പിന്നെ ലാസ്റ്റ് കൊടുത്തിട്ടുള്ള എന്താണ്? ഷെവ്രോലെയാണ്, കാറാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ആ വെഹിക്കിൾസ്. ഇനി ഇതിൽ കാണുന്ന വെഹിക്കിൾസൊക്കെ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? ഇതിൽ ബസ്സും കാറും ഒക്കെ നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. പക്ഷേ ഈ ആദ്യം കാണിച്ചിട്ടുള്ള ഇതൊന്നും ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാറേ ഇല്ല. ഓക്കെ. അപ്പോൾ ഫോർ വാട്ട് പർപ്പസസ് ഡു ഹ്യൂമൻസ് യൂസ് വെഹിക്കിൾ ടുഡേ. എന്തിനൊക്കെയാണ് മനുഷ്യന്മാർ വെഹിക്കിൾസ് യൂസ് ചെയ്യാറ്? ട്രാവലിംഗ്, യാത്ര ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. ടു ട്രാൻസ്പോർട്ട് ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടി അല്ലേ നമ്മൾ വെഹിക്കിൾസ് ഉപയോഗിക്കാറുണ്ട്. റിക്രിയേഷൻ എന്ന് പറഞ്ഞാൽ വിനോദങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വണ്ടികൾ ഉപയോഗിക്കാറുണ്ട്. അഡ്വെഞ്ചർ അല്ലേ, ഇപ്പോൾ എല്ലാവരും എന്താണ്, ട്രക്കിങ് അല്ലേ, അഡ്വെഞ്ചർ ട്രക്കിങ്ങിനൊക്കെ പോകാറുണ്ട്. ജീപ്പൊക്കെ ഇങ്ങനെ മലയുടെ മുകളിലേക്ക് കയറ്റുന്നൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനെയുള്ള സാഹസികമായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, ഇപ്പോൾ എന്താണ്, JCB അല്ലേ, റോഡ് റോളർ, അങ്ങനെ പിന്നെ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന മെഷീൻസ്. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള
നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? വെഹിക്കിൾസ് ഉപയോഗിക്കുന്നുണ്ട്. എമർജൻസി സർവീസസ്, ആംബുലൻസ് അല്ലേ, അങ്ങനെയുള്ള രീതിയിൽ എമർജൻസിയിൽ വരുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ഉപയോഗിക്കുന്ന വെഹിക്കിൾസ് ഉണ്ട്. അഗ്രികൾച്ചറിൽ നമ്മൾ എന്താണ് ട്രാക്ടർ അതുപോലെയുള്ള മെഷീൻസ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. യുദ്ധസമയത്ത് അല്ലേ നമ്മുടെ ആർമിക്കാരും ഒക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? വെഹിക്കിൾസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഇനി ഹൗ മൈറ്റ് ഹ്യൂമൻസ് ഹാവ് മെറ്റ് ദീസ് നീഡ്സ് ബിഫോർ ദി ഇൻവെൻഷൻ ഓഫ് വെഹിക്കിൾസ്? ഈ വണ്ടികളൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് പോയിരുന്നത്? നമുക്കറിയാം, ആദ്യമൊക്കെ നമ്മൾ സാധനങ്ങൾ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ടെങ്കിലും പോയിരുന്നത് ഓൺ ഫൂട്ടാണ്, നടന്നിട്ടാണ് പോയിരുന്നത്. നെക്സ്റ്റ് എന്താണ്? ബൈ ക്യാരിയിങ് ഓൺ ദ ഹെഡ്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്താണ്? തലയിലേറ്റി അല്ലേ, നെല്ലിൻ്റെ ചാക്കൊക്കെ ചുമന്നുകൊണ്ടാണ് പോയിരുന്നത്. പിന്നെ എന്തുണ്ടായത്? യൂസിങ് ആനിമൽസ്, നമ്മൾ കഴുതയും കുതിരകളെയും ഒക്കെ ഉപയോഗിച്ച് തുടങ്ങി. ഓക്കെ, വാട്ട് വാർ ദി ലിമിറ്റേഷൻസ് ഓഫ് ദീസ് മെത്തേഡ്? അപ്പോൾ ഇങ്ങനെയുള്ള മെത്തേഡ്സിൻ്റെ, പണ്ട് ഉപയോഗിച്ചിരുന്ന മെത്തേഡ്സിൻ്റെ ലിമിറ്റേഷൻ എന്തായിരുന്നു? നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം. ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ സമയം കൂടുതലെടുക്കും അല്ലേ. നമ്മൾ നടന്ന്, ഇപ്പോൾ നമ്മൾ തൃശ്ശൂരുള്ള ഒരാൾ കൊച്ചിക്ക് എത്തണമെങ്കിൽ നടന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ മതി, 1-2 ദിവസങ്ങൾ എടുക്കും അല്ലേ കൊച്ചിയിലെത്തണമെങ്കിൽ. അതുപോലെ തന്നെ എന്താണ്, വളരെയധികം സമയം എടുക്കും ചെയ്യും, നമുക്ക് വളരെയധികം എഫേർട്ടും എടുക്കേണ്ടി വരും, നമ്മളതിന് വളരെയധികം പരിശ്രമിക്കേണ്ടി വരും. പിന്നെന്താണ് ഇതിൽ കൊടുത്ത പോയിന്റ് നോക്കിയേ, ദ ഗ്രോയിങ് ഡിമാൻഡ് കുഡ് നോട്ട് ബി മെറ്റ്. ആൾക്കാരുടെ ആവശ്യങ്ങൾ തന്നെ കൂടി വരികയാണ് അല്ലേ. അപ്പോൾ പണ്ട് 10 കിലോ അരിയെ കൊണ്ടുവരുന്നുള്ളെങ്കിൽ ഇന്ന് അവിടേക്ക് 100 കിലോ അരി എത്തിക്കേണ്ടി വരും. അപ്പോൾ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച്, ആവശ്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് നമുക്ക് സാധനങ്ങൾ അവിടെ എത്തിക്കാൻ പറ്റാതെയായി. അപ്പോൾ നമുക്കിതൊക്കെ കൊടുക്കാം. ടുക്ക് മോർ ടൈം കൺസ്യൂമിങ് ആണ്, ഓൾറെഡി പറഞ്ഞു, വളരെയധികം സമയമെടുക്കും. മോർ എഫേർട്ട് നീഡഡ്, നമ്മൾ കൂടുതൽ പരിശ്രമം വേണം അല്ലേ. ഇപ്പം നമുക്ക് ട്രെയിനിൽ കയറ്റി വെച്ചാൽ അല്ലെങ്കിൽ എന്താണ് ഒരു ബസ്സിൽ ഒരു ലഗേജ് വെച്ച് കഴിഞ്ഞാൽ അത് കൊച്ചിയിൽ 2 മണിക്കൂർ കൊണ്ട് എത്തും അല്ലെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് എത്തും. നടന്നു പോവുകയാണെങ്കിലും അതിന് 2-3 ദിവസങ്ങൾ എടുക്കും. ഇനി നെക്സ്റ്റ് എന്താണ്, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് മേ ഗെറ്റ് റോട്ടൺ, അതായത് പെറിഷബിൾ ഗുഡ്സ് അല്ലേ. വെജിറ്റബിൾസും ഇപ്പോൾ പഴമോ അല്ലെങ്കിൽ ആപ്പിളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് എത്തുമ്പോഴേക്കും എന്താണ്, അത് നാശമായിട്ടുണ്ടാവും അല്ലേ. പിന്നെ കനോട്ട് മീറ്റ് ഡിമാൻഡ് ഓൺ ടൈം, എന്താണ്, നമുക്ക് നാളേക്ക് പെട്ടെന്നൊരു അത്യാവശ്യം വരികയാണ്, നാളെ അവിടെ ഇന്ന് തന്നെ അവിടെ സാധനങ്ങൾ എത്തണം, ഇന്ന് നടന്നിട്ട് നമുക്ക് അങ്ങോട്ട് എത്തിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആവശ്യം വരുമ്പോൾ, ഡിമാൻഡ് വരുമ്പോൾ ആ സമയത്തേക്ക് നമുക്ക് സാധനങ്ങൾ എത്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് എന്തിൻ്റെ ലിമിറ്റേഷൻ. പണ്ട് നമ്മൾ നടന്നു പോയിട്ട് സാധനങ്ങൾ കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഹോസിൻ്റെ മുകളിലും കുതിരയുടെ മുകളിലൊക്കെ നമ്മൾ സാധനങ്ങൾ കൊണ്ടുവരുന്നല്ലോ. അപ്പോൾ ആ ഒരു മീൻസിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, കുറവുകൾ അല്ലെങ്കിൽ പരിമിതികൾ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, വീൽ ടു വെഹിക്കിൾ, നമ്മൾ വീൽസ് ഇവിടെ പറയുന്നുണ്ട്. ഇൻവെൻഷൻ ഓഫ് വീൽസ് ബിക്കെയിം ദ ബേസിസ് ഓഫ് ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് ട്രാൻസ്പോർട്ട്. മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇൻവെൻഷൻ ഓഫ് വീൽസ് കണ്ടെത്തിയത് ട്രാൻസ്പോർട്ടേഷൻ ഫീൽഡിൽ വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവന്നു. ഇനി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ താഴെ വെച്ചിട്ട് കണ്ടോ, മരങ്ങളൊക്കെ ഉരുട്ടി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആദ്യം എന്താ ഉപയോഗിച്ചിരുന്നത്? വീൽസ് എങ്ങനെ വീൽസ് കണ്ടെത്തിയത് എന്ന് പറയുന്നത് ഈ മൂവ്മെൻറ്റ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടല്ലേ. 2 ആൾക്കാർ വെറുതെ തള്ളുന്നതിനേക്കാളും അതിൻ്റെ താഴെ ഇതുപോലെ 2 മരക്കഷ്ണങ്ങൾ വെച്ച് തള്ളിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാമെന്ന് മനുഷ്യർക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഐഡിയയിൽ നിന്നാണ് എന്തിലേക്ക് എത്തിയത്? വീൽസിലേക്ക് എത്തിയത് എന്നാണ് പറയുന്നത്. കണ്ടോ, ഇവിടെ പലതരം വീൽസ് കൊടുത്തിട്ടുണ്ട്. മരത്തിൻ്റെ വീൽസ് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് എന്താണ്, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ടയറിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്താണ് ചോദ്യം എന്ന് നോക്കാം. ഇമേജസ് ഗിവൺ ഷോ ഹൗ വീൽസ് ഫോർ യൂസ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. പണ്ട് എങ്ങനെയാണ് വീൽസ്, ചക്രങ്ങൾ നമ്മൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും? 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീൽഡ് കാർട്സ് ഫോർ പുൾ ബൈ ഹ്യൂമൻസ്, വീൽ കാർട്സ് ഫോർ പുൾ യൂസിങ് ആനിമൽസ്. എന്താണ്, ആദ്യത്തെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന്മാരാണ് ഇങ്ങനെയുള്ള കാട്ട് തള്ളിക്കൊണ്ട് പോയിരുന്നത് അല്ലെങ്കിൽ വലിച്ചു കൊണ്ടുപോയിരുന്നത്. പിന്നീട് അവിടെ നിന്ന് ഏതിലേക്ക് എത്തി? അത് നമ്മൾ അതിന് ആനിമൽസിനെ യൂസ് ചെയ്ത് തുടങ്ങി അല്ലേ.
അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും? മെൻ ട്രാവൽഡ് ഇൻ വീൽ കാർട്സ്. മൂന്നാമത്തെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മനുഷ്യർ ആ വീൽ കാർട്സിൽ കയറി യാത്ര ചെയ്തു തുടങ്ങി. കാർട്സ് ഫോർ യൂസ് ടു ട്രാൻസ്പോർട്ട് ഗുഡ്സ്. ഇങ്ങനെയുള്ള കാർട്ടാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്നത്. വീൽ അണ്ടർവെൻ ഗ്രാജുവൽ ചേഞ്ചസ് അല്ലേ. ആദ്യമൊക്കെ മരത്തിൻ്റെ വീലായിരുന്നു, പിന്നെ മെല്ലെ മെല്ലെ വീല് മാറി തുടങ്ങി. വീൽസ് മേ ട്രാവൽ ഈസി അല്ലേ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു കാര്യം എളുപ്പമാക്കി. ഹെവി ലോഡ്സ് ക്യാൻ ബി ട്രാൻസ്പോർട്ടഡ്. ഒരാൾക്ക് ഒരു ചാക്ക് അരിയെ താങ്ങിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ, പക്ഷെ അത് തന്നെ നമ്മളൊരു കാളവണ്ടിയിൽ കൊണ്ടുപോകണമെങ്കിലോ നമുക്ക് 10ഉം 15ഉം ചാക്കും ഒറ്റയടിക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ കൂടുതൽ സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റി. ലെസ് ടൈം ആൻഡ് എഫേർട്ട് നീഡഡ്. കുറച്ച് സമയം മാത്രമേ വേണ്ടൂ നമുക്ക് ഇങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ. പിന്നെ വീൽഡ് കാട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ ഉണ്ടായത്? ട്രാൻസ്പോർട്ടേഷൻ വീണ്ടും അത് മുന്നിലേക്ക് പോയി. പിന്നെ വന്നത് എന്താണ്? ഫ്യൂവൽ പവേർഡ് മെഷീൻസ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളും ഡീസലൊക്കെ ഉപയോഗിക്കുന്ന മെഷീൻസ് ഇല്ലേ, അതിനെയാണ് പറയുന്നത്. അതോടുകൂടി പല രീതിയിലുള്ള ട്രാൻസ്പോർട്ടും, കാറും ബൈക്കും ബസ്സും ട്രക്കും ഒക്കെ ഇൻവെൻറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പല രീതിയിൽ നമുക്ക് യാത്ര ചെയ്യാം അല്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഏതാണ്? ആദ്യത്തെയാണ് ലാൻഡ് ട്രാൻസ്പോർട്ടാണ്, അതായത് റോഡ് ഗതാഗതം അല്ലെങ്കിൽ റെയിൽവേസ്. നെക്സ്റ്റ് വരുന്നത് വാട്ടർ ട്രാൻസ്പോർട്ടാണ്, വെള്ളത്തിൽ കൂടെ ഉള്ളത്. ഇൻലൻഡ് ട്രാൻസ്പോർട്ടും ഉണ്ട്, മാരിടൈം ട്രാൻസ്പോർട്ടും ഉണ്ട്. ഇൻലൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നദികൾ, റിവേഴ്സും കനാലുകളും ലേക്സും ഒക്കെ ഉപയോഗിച്ചിട്ട് ചെറിയ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഇൻലൻഡ് ട്രാൻസ്പോർട്ട്. മാരിടൈം ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കടലിൽ നിന്ന് മറ്റൊരു കടലിലേക്ക്, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക്, ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് UAE-യിലേക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിൽ അതിനെ പറയുന്നതാണ് മാരിടൈം. എയർ ട്രാൻസ്പോർട്ട് ഇതുപോലെ എന്തുണ്ട്? നാഷണൽ ഹൈവേസും ഉണ്ട്, ഇൻ്റർനാഷണൽ ഹൈവേസും ഉണ്ട്. നാഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയുടെ ഉള്ളിൽ തന്നെയാണെങ്കിൽ അത് നാഷണൽ ഹൈവേസ് ആണ്. ഇന്ത്യയിൽ നിന്ന് പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ അത് ഇൻ്റർനാഷണൽ എയർവേസ് ആണ്. മേജർ മോഡ്സ് ഓഫ് ലാൻഡ് ട്രാൻസ്പോർട്ട് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? റോഡും വരുന്നുണ്ട്, അതുപോലെ തന്നെ റെയിലും വരുന്നുണ്ട്. ഓക്കെ, റോഡും റെയിലുമാണ് രണ്ട് രീതിയിലുള്ള ലാൻഡ് ട്രാൻസ്പോർട്ട്. റോഡ് ട്രാൻസ്പോർട്ടിൽ കാണിക്കുന്നുണ്ട് സിംഗിൾ ട്രാക്ക് പാത്ത്, മഡ് പാത്ത്, സ്റ്റോൺ പേവ്ഡ് പാത്ത്. ഇതൊക്കെയാണ് ഓരോ വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെന്താണ്? അത് കോൺക്രീറ്റ് റോഡായി, പിന്നെ അത് ടാർ റോഡായി. ചേഞ്ചസ് ഇൻ റോഡ് ട്രാൻസ്പോർട്ടിനെ പറ്റി നിങ്ങളോടൊരു നോട്ട് തയ്യാറാക്കാൻ പറയുന്നുണ്ട്. പിന്നെ പല വെഹിക്കിൾസിൻ്റെയും പിക്ചേഴ്സ് നിങ്ങളോട് കളക്ട് ചെയ്യാൻ പറയുന്നുണ്ട്, ആൽബം ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. പണ്ട് കാലത്തെ ആൾക്കാർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നടന്നാണ് പോയിരുന്നത്. അതുപോലെ തന്നെ ആനിമൽസിനെയും അവർ ഉപയോഗിച്ചിരുന്നു. പിന്നെ എന്താണ്? അത് പ്രാക്ടീസ് ഓഫ് യൂസിങ് ആനിമൽസ് ഫോർ പർപ്പസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഈസ് സ്റ്റിൽ പ്രിവലൻറ്റ് ടുഡേ. ഇന്നും എങ്ങനെയാണ്? പല സ്ഥലത്തും ഇതുപോലെയുള്ള ബുള്ളക്ക് കാർട്സും അല്ലേ, ആനിമൽസിനെ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട്. ഇറ്റ് ക്യാൻ ബി സീൻ ഇൻ ദ ഫോം ഓഫ് ബുള്ളക്ക് കാർട്സ്, ഹോഴ്സ് റൈഡ്സ് ആൻഡ് മോർ. ബുള്ളക്ക് കാർട്സ്, കാളവണ്ടി, അതുപോലെ തന്നെ എന്താണ്? കുതിരസവാരി, അതൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെന്താണ്? ഇപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്? ഇപ്പോൾ കണക്റ്റിംഗ് ഡിഫറെൻറ്റ് സിറ്റീസ്, ടൗൺസ് ആൻഡ് ഈവൻ വില്ലേജസ്, റോഡ് സർവേ വെരി ഇമ്പോർട്ടൻറ്റ് മീൻസ് ഫോർ വെഹിക്കിൾസ് അല്ലേ. നഗരങ്ങൾ മാത്രമല്ല, എന്താണ്? ഉൾപ്രദേശങ്ങളും ഗ്രാമങ്ങളും ഒക്കെ റോഡ്സ് വന്നതോടുകൂടി കണക്റ്റഡ് ആയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ എത്തിച്ചേരാൻ എളുപ്പമാണ്. പീപ്പിൾ ടു ട്രാവൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഗ്രാമങ്ങളിലുള്ളവർക്ക് നഗരത്തിൽ എത്തിപ്പെടാനും നഗരത്തിൽ നിന്നുള്ളവർക്ക് മറ്റൊരു നഗരത്തിലേക്ക് പോകാനും ഒക്കെ ഇപ്പോൾ എളുപ്പമാണ്. എമംഗ് ദ മോസ്റ്റ് കോമൺ എക്സാമ്പിൾസ് ഓഫ് ലാൻഡ് ട്രാൻസ്പോർട്ട് ത്രൂ റോഡ്സ് ആർ ബസ്സസ്, ട്രക്സ്, മോട്ടോർ സൈക്കിൾസ്, റിക്ഷാസ്, സ്കൂട്ടേഴ്സ് എക്സെട്ര അല്ലേ. കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ബസ്സും കാറും റിക്ഷകളും മോട്ടോർ സൈക്കിളും സ്കൂട്ടറുകളും ഒക്കെയാണ്. Nowadays, modern and improved means of transport such as electric cars and scooters have also made their way in present day modes of transport. ഇപ്പോൾ ഇലക്ട്രിക് കാറുകളും സ്കൂട്ടറുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും പുതിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇലക്ട്രിക് വണ്ടികളാണ്. നിങ്ങളോട് കുറച്ച് ചിത്രങ്ങൾ കൊടുക്കാൻ പറയുന്നുണ്ട്. ഇതുപോലെയുള്ള ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. വാന്, ടാക്സി, പോലീസ് കാറ്, ബസ്, ട്രാക്ടർ, ഫോക്ക് ലിഫ്റ്റ്, ക്രെയിന്, സിമെൻറ്റ് മിക്സർ, ഡംപ് ട്രക്ക്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് എന്തൊക്കെയാണ്? റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ്, അധികം പൈസ ചിലവില്ല. ആക്സസിബിൾ ടു ഓൾ സെക്ഷൻ ഓഫ് പീപ്പിൾ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്രാമത്തിലുള്ള ആൾക്കാർക്കോ വലിയ പൈസക്കാർക്കോ പൈസ ഇല്ലാത്തവർക്കൊക്കെ ആക്സസിബിൾ ആണ് അല്ലേ. നമ്മളെന്താണ്? ഫ്ലൈറ്റിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഭയങ്കര പൈസയാവും അല്ലേ. നമ്മൾ റോഡാണ് തിരഞ്ഞെടുത്തതെങ്കിലോ ബസ്സിലാണ് യാത്ര ചെയ്യുന്നതെങ്കിലോ അത്രത്തോളം ഒന്നും പൈസ
ചിലവില്ല. ബസ് സ്യൂട്ടഡ് ഫോർ ഷോർട്ട് ട്രിപ്സ്, ചെറിയ ചെറിയ ട്രിപ്സിനാണ് ബസ്സും അതുപോലെയുള്ള റോഡ് ട്രാൻസ്പോർട്ടും കൂടുതൽ സ്യൂട്ടബിൾ. പിന്നെന്താണ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ഷെഡ്യൂൾ. നമ്മൾ വീട്ടിൽ നിന്ന് സ്വന്തം കാറിലാണ് പോകുന്നതെങ്കിലോ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇറങ്ങാം അല്ലേ. അതുപോലെ തന്നെ എന്താണ് നമ്മൾ സാധാരണ പോകുന്ന വഴി തന്നെ തിരഞ്ഞെടുക്കണമെന്നില്ല. നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോകാനുണ്ടെങ്കിൽ അവിടേക്ക് പോയിട്ട് പിന്നീട് നമുക്ക് ബാംഗ്ലൂർക്ക് പോകാം അല്ലേ. പക്ഷേ ഫ്ലൈറ്റിലാണെങ്കിലോ ഫ്ലൈറ്റിൽ നമ്മൾ ഇവിടെ നിന്ന് കയറിയിരുന്നാൽ നമ്മൾ നേരെ പോയി ഇറങ്ങുന്ന എവിടെയാണ്? ബാംഗ്ലൂരാണ് അല്ലേ. അപ്പോൾ അതാണ് വ്യത്യാസം വരുന്നത്. ഫ്ലെക്സിബിലിറ്റി ഓഫ് ഷെഡ്യൂൾ, സമയങ്ങളിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. നമ്മൾ പോകുന്ന വഴി ഏതാണ് അതൊന്നും നമുക്ക് അല്ല. അപ്പോൾ റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലെക്സിബിൾ ആണ് അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള റോഡ് നമുക്ക് തിരഞ്ഞെടുക്കാം, ഇഷ്ടമുള്ള വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്യാമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സമയവും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ലെസ് ഇൻവെസ്റ്റ്മെൻറ്റ് നീഡഡ്, കുറച്ച് പൈസയേ വേണ്ടൂ അല്ലേ. ഗുഡ് ഫോർ റൂറൽ ഏരിയാസ്, എന്താണ് ഗ്രാമങ്ങളിലൊക്കെ നല്ലത് ഏതാണ്? ഇങ്ങനെയുള്ള റോഡ് ട്രാൻസ്പോർട്ടാണ്. ഡോർ ടു ഡോർ സർവീസ് പോസിബിൾ അല്ലേ. നമ്മൾ റോഡ് മാർഗ്ഗമാണ് പോകുന്നതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ആമസോണിലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് ഏതിലൂടെയാണ് നമ്മുടെ കയ്യിലേക്ക് അത് എത്തുന്നത്? റോഡ് ട്രാൻസ്പോർട്ടിലൂടെയാണ് അല്ലേ. കാരണം എന്താണ്? സ്കൂട്ടറുമേയും ബൈക്കുമൊക്കെയും ആൾക്കാർ വരുന്നുണ്ടാവുക. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ വീടുകളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് ഈ റോഡ് ട്രാൻസ്പോർട്ടിലൂടെയാണ് എന്നാണ് പറയുന്നത്. ഗുഡ് ഫോർ പെറിഷബിൾ ഗുഡ്സ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് മാങ്ങ ഉണ്ടായി അല്ലേ. അപ്പോൾ നമ്മളത് വിൽക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത മാർക്കറ്റിലേക്ക് എത്തിക്കണമെങ്കിൽ അത് നാശാവാണ്ട് വേഗം എത്തണമെങ്കിൽ നമ്മൾ ഏതാ തിരഞ്ഞെടുക്കുക? നമ്മൾ റോഡ് ട്രാൻസ്പോർട്ടാണ് തിരഞ്ഞെടുക്കുക. ഇതൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. റെയിൽവേ സിസ്റ്റം ഫസ്റ്റ് ലോഞ്ച് ചെയ്തത് എവിടെയാണ്? ബ്രിട്ടനിലാണ് ലോഞ്ച് ചെയ്തത്. അതുപോലെ തന്നെ 1825 ജോർജ് സ്റ്റീഫൻസൺ ആണ് ആദ്യത്തെ ലോക്കോമോട്ടീവ് ട്രെയിൻ എഞ്ചിന് ബ്രിട്ടനിൽ കൊണ്ടുവന്നത്. ബിൽഡ് ചെയ്തത് ജോർജ് സ്റ്റീവൻസൺ ആണ്. ആദ്യം ഉപയോഗിച്ചിരുന്ന ഏതാണ്? കോളാണ് യൂസ് ചെയ്തിരുന്നത്, കൽക്കരിയാണ് യൂസ് ചെയ്തിരുന്നത്. പിന്നീടാണ് ഡീസൽ എഞ്ചിനും ഇലക്ട്രിക് എഞ്ചിനും ഒക്കെ വന്നത്. അപ്പോൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ആദ്യം ബിൽഡ് ചെയ്തത്, ആദ്യം റെയിൽവേ സിസ്റ്റം വന്നത് എവിടെയാണ്? ബ്രിട്ടനിലാണ്. 1825 ജോർജ് സ്റ്റീഫൻസൺ ആണ് ആദ്യത്തെ ലോക്കോമോട്ടീവ് ട്രെയിൻ ബ്രിട്ടനിൽ ഇൻവെൻറ്റ് ചെയ്തത്. ഓക്കെ, ഇവിടെ കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ട്രെയിൻസ് ഓഫ് ഡിഫറെൻറ്റ് ഏരിയ. ആദ്യത്തെ എന്താണ്? ട്രെയിൻ ക്യാരിയിങ് കോൾ അല്ലേ, കൽക്കരി കൊണ്ടുപോകുന്ന ട്രെയിനാണ്. രണ്ടാമത്തേത് എന്താണ്? ഹോഴ്സ് ഡ്രോൺ ട്രെയിൻ ഓൺ സ്പെഷ്യൽ ട്രാക്കാണ്. കോൾ കാർഡ് യൂസ് ഫോർ ട്രാവലാണ് മൂന്നാമത്തേത്. നാലാമത്തേത് ഡീസൽ പവേർഡ് വെഹിക്കിളാണ്. അഞ്ചാമത്തേത് ഇലക്ട്രിക് ട്രെയിനാണ്. ആറാമത്തേത് ബുള്ളറ്റ് ട്രെയിനാണ്. അങ്ങനെ എഴുതുക. നെക്സ്റ്റ് എന്താണ്? ഇന്ത്യൻസ് ഫസ്റ്റ് റെയിൽവേ എവിടെയാണ് നോക്കി വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ബോംബെ ആണ്, നൗ മുംബൈ. അപ്പോൾ ബോംബെ ടു താനെ 1853 ആദ്യത്തെ ഇന്ത്യൻ റെയിൽ ഗതാഗതം തുടങ്ങിയത്. എവിടെ നിന്ന് എവിടേക്കാണ്? ബോംബെയിൽ നിന്ന് അല്ലെങ്കിൽ മുംബൈയിൽ നിന്ന് താനെയിലേക്കാണ്. ഓക്കെ. ഫസ്റ്റ് റെയിൽവേ ഇൻ കേരള എവിടെ നിന്നാണ്? ബേപ്പൂരിൽ നിന്ന് തിരൂരിലേക്കാണ്. 1861 ബേപ്പൂരിൽ നിന്ന് തിരൂരിലേക്ക് ആദ്യത്തെ കേരളത്തിൽ റെയിൽ ട്രാൻസ്പോർട്ട് തുടങ്ങിയത്. അഡ്വാൻറ്റേജസ് ഓഫ് റെയിൽ ട്രാൻസ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ എന്താണ്? ചീപ്പസ്റ്റ് മോഡാണ് അല്ലേ. ഏറ്റവും പൈസ കുറവ് നമുക്ക് ഏതാണ്? റോഡ് ട്രാൻസ്പോർട്ടിനേക്കാളും ഏതായിരിക്കും? റെയിൽ ട്രാൻസ്പോർട്ട് ആയിരിക്കും അല്ലേ. പിന്നെന്താണ്? ഹെൽപ്പ് ടു മൂവ് ബൾക്ക് എമൗണ്ട് ഓഫ് ഗുഡ്സ്. ഇഷ്ടം ഉള്ളത്ര വെയിറ്റ് അല്ലേ, വലിയ വലിയ ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ട്രെയിനിലൂടെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഗ്രോത്ത് ഓഫ് ഇക്കണോമിക് സിസ്റ്റം. നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയൊരു പങ്ക് തന്നെ ആര് വഹിക്കുന്നുണ്ട്? റെയിൽവേസ് വഹിക്കുന്നുണ്ട്. പിന്നെന്താണ് പറയാം? ഇറ്റ് ഹെൽപ്സ് ടു എൻലാർജ് ദി അഗ്രികൾച്ചറൽ മാർക്കറ്റ് അല്ലേ. അഗ്രികൾച്ചർ ഗുഡ്സിന് പുതിയ മാർക്കറ്റ് കണ്ടെത്താൻ നമുക്ക് റെയിൽവേസ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഹെൽപ്സ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് മോർ പീപ്പിൾ. ഒരു ബസ്സിൽ മാക്സിമം എത്ര പേര് കൊള്ളും? ഒരു 50 പേര് കൊള്ളും എന്ന് വിചാരിക്കുക അല്ലേ. പക്ഷേ ട്രെയിനിലാണെങ്കിൽ ഒരു ട്രെയിനിൽ അത്യാവശ്യം ആൾക്കാർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റും. അപ്പോൾ അത് എക്കണോമിക്കലാണ്, കോസ്റ്റ് എഫക്റ്റീവാണ് എന്നൊക്കെ നമുക്ക് പറയാം. പേജ് നമ്പർ 131 ട്രാൻസ്പോർട്ട് മാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെയിൽ ട്രാൻസ്പോർട്ട് ഇല്ലാത്ത 2 ഡിസ്ട്രിക്റ്റ് ഏതാണ്? ഞങ്ങൾ വരുന്നത് അത് ഇടുക്കിയും വയനാടുമാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വാട്ടർ ട്രാൻസ്പോർട്ടാണ്. നിങ്ങൾക്കറിയാം വഞ്ചികൾ, കൊട്ടവഞ്ചികൾ, ബോട്ട്, ഷിപ്പ്, ഇതൊക്കെ നമുക്ക് ഏതിലാണ് പെടുന്നത്? വാട്ടർ ട്രാൻസ്പോർട്ടിലാണ് പെടുന്നത്. എന്തിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ട്രാവലിന് യൂസ് ചെയ്യുന്നുണ്ട്. റിക്രിയേഷൻ അല്ലേ, നമ്മളെന്താണ് വിനോദത്തിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ്?
been the circumstances that led human to discover the mode of water transport? എന്തുകൊണ്ടായിരിക്കാം വെള്ളത്തിലൂടെയുള്ള ഒരു യാത്ര അല്ലെങ്കിൽ ഒരു സഞ്ചാരം ആൾക്കാർ കണ്ടെത്തിയത്? The situation in which humans and animals were not able to cross water bodies might have led to the concept of water transport. ഉത്തരം താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ചില കേസിൽ നമ്മുടെ ഹ്യൂമൻസിനും മനുഷ്യന്മാർക്കും അതുപോലെ തന്നെ ആനിമൽസിനും ഇങ്ങനെയുള്ള വലിയ രീതിയിലുള്ള വെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ അല്ലേ ലേക്കൊക്കെ മറികടന്ന് പോകുന്നത് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിയത് കൊണ്ടായിരിക്കാം അവർ എന്ത് കണ്ടെത്തിയത്, ഇങ്ങനെയുള്ള വഞ്ചികളും കുട്ടവഞ്ചികളും അല്ലേ ഇതുപോലത്തെയുള്ള കെനോവൊക്കെ കണ്ടെത്തിയത്. ഓക്കെ, വാട്ട് ആർ ദി വാട്ടർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് യു ഹാവ് ട്രാവൽഡ് ഓൺ? ഏതൊക്കെ നിങ്ങൾക്ക് പറയാം? ബോട്ട്, ഹൗസ് ബോട്ട് അല്ലേ, ഷിപ്പിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷിപ്പിൽ ട്രാവൽ ചെയ്ത് കൊടുക്കാം, യോട്ടിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ യോട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളത് കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ള എന്താണ്? വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്? ലെസ് എക്സ്പെൻസീവ് ആണ്, ലോ ലെവൽ ഓഫ് പൊല്യൂഷൻ അല്ലേ, അധികം നമുക്ക് പൈസ ചിലവില്ല. അതുപോലെ തന്നെ എന്താണ് മലിനീകരണം, റോഡ് ട്രാൻസ്പോർട്ടൊക്കെ നോക്കുമ്പോൾ അത്രയൊന്നും മലിനീകരണം വരുന്നില്ല. പിന്നെ എന്താണ് എഴുതാം. അതുപോലെ തന്നെ എന്താണ് കണക്റ്റിംഗ് അതർ കൺട്രീസ്, അതൊക്കെ അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ടാണ്. ഇനി പ്രിപ്പയർ എ ചാർട്ട് ഷോയിങ് ദ മീൻസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പറഞ്ഞിട്ടുള്ളത് വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ അഡ്വാൻറ്റേജസ് കൊടുക്കാൻ പറയുന്നുണ്ട്. ലെസ് ഓപ്പറേഷണൽ കോസ്റ്റ്, സ്യൂട്ടബിൾ ഫോർ ബൾക്കി പ്രോഡക്ട്സ്, മോർ ഫ്ലെക്സിബിൾ ആണ്, ലെസ് ട്രാഫിക് കൺജഷൻ, മോർ സേഫർ ദാൻ അതേഴ്സ്. മീൻസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ കൊടുക്കാം? ബോട്ട് കൊടുക്കാം, യോട്ട് കൊടുക്കാം, ഷിക്കാര, നമ്മൾ കശ്മീരൊക്കെ ഷിക്കാരയിൽ യാത്ര ചെയ്യുന്നുണ്ട്. പിന്നെ മോട്ടോ ബോട്ട് കൊടുക്കാം, ജെറ്റ് സ്കൂട്ടർ കൊടുക്കാം, സ്റ്റീമർ കൊടുക്കാം, ഓവർക്രാഫ്റ്റ് കൊടുക്കാം, ക്രൂയിസ് കൊടുക്കാം, സബ്മറൈൻ കൊടുക്കാം, പാസഞ്ചർ ഷിപ്പ്, കാർഗോ ഷിപ്പ്, വാർഷിപ്പ്. ഇതൊക്കെ വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ മീൻസ്. ഏതൊക്കെയാണ്? 2 ഹാർബേഴ്സ്, നമ്മുടെ തിരുവനന്തപുരത്തുള്ള വിഴിഞ്ഞം കൊടുക്കാം, അതുപോലെ തന്നെ നമ്മുടെ കൊച്ചി പോർട്ട് കൊടുക്കാം. നെക്സ്റ്റ് എയർ ട്രാൻസ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എയർ ട്രാൻസ്പോർട്ടിൽ സ്കൈ ഷിപ്പും പാരഷൂട്ടൊക്കെ വരും. ഇനി ആദ്യത്തെ എയർപ്ലെയിന് മാർക്ക് ചെയ്ത് വയ്ക്കുക. എയർപ്ലെയിന് ബിൽഡ് ചെയ്തത് ആരാണ്? അമേരിക്കൻ ബ്രദേഴ്സാണ്. ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റും ആണ്. റൈറ്റ് ബ്രദേഴ്സ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. അവർ ഇൻവെൻറ്റ് ചെയ്ത ആദ്യത്തെ പ്ലെയിനിൻ്റെ പേരെന്താണ്? ഫ്ലെയർ 1 ആണ്. ഫ്ലെയർ 1 ആദ്യമായി ടുക്ക് ഓഫ് ചെയ്തത് ഡിസംബർ 17, 1903 USA. അപ്പോൾ റൈറ്റ് ബ്രദേഴ്സാണ് എയർപ്ലെയിൻസ് ഇൻവെൻറ്റ് ചെയ്തത്. ഓക്കെ, പിക്ചർ കൊടുത്തിട്ടുണ്ട്. എയർ ട്രാൻസ്പോർട്ടിൻ്റെ അഡ്വാൻറ്റേജസ്, ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആണല്ലേ. നമ്മൾ ഇവിടുന്ന് ദുബായിക്ക് പോകണമെങ്കിൽ 4 മണിക്കൂർ 4.5 മണിക്കൂർ മതി. ഒരു സ്ഥലത്ത് നിന്ന് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എത്താൻ ഏറ്റവും കുറവ് സമയം മതി. കണക്ട് കൺട്രീസ് ഓഫ് ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റ് അല്ലേ, പല കോണ്ടിനെൻറ്റുള്ള കൺട്രീസിനെയും രാജ്യങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. യൂസ് ഫോർ നാഷണൽ ഡിഫൻസ് സർവീസ്, ആർമിയൊക്കെ എന്താണ് പല കാര്യങ്ങൾക്കും ഇങ്ങനെയുള്ള എയർ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് സെർവ്സ് ഇൻ ദ ടൈം ഓഫ് എമർജൻസി അല്ലേ. പല സമയത്തും നമുക്കറിയാം പല രാജ്യത്തും കുടുങ്ങിക്കിടക്കുന്ന വാറൊക്കെ വരുമ്പോൾ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരെ നമ്മൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഫ്ലൈറ്റുകളാണ് യൂസ് ചെയ്യുക അല്ലേ, വാർ പ്ലെയിൻസ് ആണ് യൂസ് ചെയ്യാറ്. നെക്സ്റ്റ് എന്താണ്? കോൺസിക്വൻസസ് ഓഫ് ഇൻക്രീസ് നമ്പർ ഓഫ് വെഹിക്കിൾസ് കൂടുതൽ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ട്രാഫിക് കൺജഷൻ അല്ലേ. കൊച്ചിയിലൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അറിയാം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ എന്താണ് വളരെയധികം സമയം അവർ ട്രാഫിക്കിൽ പെട്ട് കിടക്കേണ്ടി വരും. അതിനാണ് ട്രാഫിക് കൺജഷൻ എന്ന് പറയുക. എയർ പൊല്യൂഷൻ, വായു മലിനീകരണം, നോയ്സ് പൊല്യൂഷൻ, ശബ്ദ മലിനീകരണം, ഹെൽത്ത് പ്രോബ്ലംസ്, ആസ്മ പോലെയുള്ള രോഗങ്ങൾ വരാം. ഹൈ ട്രാഫിക് ആക്സിഡൻറ്റുകൾ ഉണ്ടാവാം. ലിമിറ്റഡ് പാർക്കിംഗ് സ്പേസ് റെഡ്യൂസസ് സേഫ്റ്റി ഫോർ പെഡസ്ട്രിയൻസ് ആൻഡ് ബൈസിക്ലിസ്റ്റ് അല്ലേ. പാർക്കിംഗ് സ്പേസ് കുറഞ്ഞു വരികയാണ്, നിറയെ വണ്ടികളൊക്കെയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണയായിട്ട് പെഡസ്ട്രിയൻസ്, നടന്നു പോകുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ സൈക്കിളൊക്കെ ചവിട്ടി പോകുന്നവർക്കും അത് അപകടം വിളിച്ചു വരുത്തും. പിന്നെ എന്ത് പറയാം? ഓസോൺ ലെയറിനെ ബാധിക്കും അല്ലേ. ഇറ്റ് എഫക്ട്സ് ദി ഓസോൺ ലെയർ, അത് പറയാം. പിന്നെ എന്താണ്? എൻവയോൺമെൻറ്റിൻ്റെ ഇറ്റ് എഫക്ട്സ് ദി ഇക്കോസിസ്റ്റം, അതൊക്കെ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. ബാക്കിയുള്ളത് ഞാൻ അടുത്തൊരു ഭാഗമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്